അഹം അഭിവാദയേ അഗ്നിവായുരവിഭ്യസ്തു ത്രയം ബ്രഹ്മ സനാതനം. സനാതനം എന്ന വാക്ക്, സനാതനം ഹിന്ദു സംസ്കാരത്തെ, ഭാരത സംസ്കാരത്തെ ഈ വേദകാലഘട്ടങ്ങളിൽ പ്രകീർത്തിക്കുന്ന വാക്ക് സനാതനം എന്നാണ്. ഏഷധർമ്മ സനാതന എന്ന് അങ്ങനെയുള്ള പ്രയോഗങ്ങൾ ആ കാലഘട്ടം മുതൽ ഇപ്പോഴും സനാതനം എന്നുള്ള വാക്ക് ഉപയോഗിക്കാറുണ്ട്. പിന്നീടാണ് ഭാരതമെന്നും പിന്നെ ഹിന്ദു എന്നുള്ള പ്രയോഗങ്ങളൊക്കെ പിന്നീടാണ് വന്നിട്ടുള്ളത്. ആ വിഷയങ്ങളൊക്കെ നമുക്ക് പിന്നീട് വിശദമായിട്ട് സംസാരിക്കാവുന്നതേ ഉള്ളൂ. അപ്പം ഈ ഋഗ്യജുസാമ വേദാദികളിലൂടെ വേദാദികൾ ബ്രഹ്മാവ് എന്നുള്ള പുരോഹിതൻ, ബ്രഹ്മാവ് എന്നുള്ള പുരോഹിതൻ കറന്നെടുത്തതാണ് ഈ സംസ്കാരം എന്നാണ്. അതിലൂടെ അവിടെ അഥർവവേദിയായുള്ള ബ്രഹ്മാവ് ഋഗ്യജുസ് സാമവേദങ്ങളെ കറന്നിട്ടാണ് എല്ലാ മൂല്യങ്ങളും ഉണ്ടാക്കിയെടുത്തത് എന്നാണ് പറയുന്നത്. അപ്പോൾ അതുപോലെ വേദവേദ്യേ പരേ പുംസി ജാതേ ദശരഥാത്മജേ വേദ പ്രാചേതസാദാസീത് സാക്ഷാൻ നാരായണാത്മന. നാരായണനാണ് വേദത്തിൻ്റെ ആത്മാവെന്നും വേദം ബ്രഹ്മാവിനാലാണ് ഉണ്ടാക്കപ്പെട്ടത് എന്നും. അതുപോലെ ഈ രാമകഥ ഈ വേദത്തിൽ വേദാന്തർഗതമായ ഒരു കഥാഭാഗമാണെന്നും ഒക്കെ പ്രഖ്യാതമാണ്. ഇപ്പോൾ നമ്മൾ ഇതിൽ നേരത്തെയും പറഞ്ഞിട്ടുണ്ട്, ബ്രഹ്മാവാണ് ഈ രാമായണത്തിൻ്റെ. ഇപ്പോൾ ആദ്യ രാമായണം ബ്രഹ്മാവാലാണ് ഉണ്ടായിട്ടുള്ളത് എന്നുള്ളത്. അടുത്ത ഭാഗം പ്രധാനമായിട്ടും ഋഷി, ഛന്ദസ്, ദേവത, ആ ഭാഗങ്ങളാണ്. ഋഷി, ഛന്ദസ്, ദേവത. നമ്മൾ മൃഗമുദ്ര പിടിച്ച് ഋഷി, ഛന്ദസ്, ദേവത അങ്ങനെ ന്യസിച്ചുകൊണ്ടാണ് ഇവിടെ ഋഷിയും ഇവിടെ ഛന്ദസ്സും ഇവിടെ ദേവതയും അങ്ങനെ ന്യസിച്ചുകൊണ്ടാണ് നമ്മൾ മന്ത്രം ജപിക്കാറുള്ളത്. ഗായത്രി ജപിക്കണമെങ്കിൽ വിശ്വാമിത്ര ഋഷി, ഗായത്രി ഛന്ദ, സവിത ദേവത, അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ആ ഗായത്രി മന്ത്രം ജപിക്കാറുള്ളത്. അതിനു മുമ്പും കുറേ കാര്യങ്ങൾ ഉണ്ട്, വിശദമായിട്ട് ഇവിടെ അവതരിപ്പിക്കുന്നില്ല. അതെല്ലാവർക്കും അത് ഉപാസനയുടെ ഭാഗമായിട്ട് പഠിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളാണ്. ഞാനത് ചുരുക്കി പറഞ്ഞു എന്നേ ഉള്ളൂ. ഋഷി എന്നുള്ളതിൽ പ്രധാന ഋഷികൾ മരീചി, വസിഷ്ഠൻ, അങ്കിരസ്, അത്രി, പുലസ്ത്യൻ, പുലഹൻ, ക്രതു, വിശ്വാമിത്രൻ, കഹോളൻ, മാർക്കണ്ഡേയൻ, അങ്ങനെ പല ഋഷിമാരും പ്രധാനമാണ്. ഛന്ദസ് എന്ന് പറയുമ്പോൾ വേദങ്ങളിൽ ഗായത്രി, അനുഷ്ടുപ്പ്, തൃഷ്ടുപ്പ്, ബൃഹതി, ജഗതി എന്നിങ്ങനെയുള്ള ഛന്ദസ്സുകളാണ് പ്രധാനം. ഗായത്രിയിൽ 34 അക്ഷരങ്ങൾ, അനുഷ്ടുപ്പിൽ 32, തൃഷ്ടുപ്പിൽ 44, ബൃഹതിയിൽ 36, ജഗതിയിൽ 44. അങ്ങനെയാണ് അക്ഷരങ്ങളുടെ കൽപ്പന. അത്രമാത്രമല്ല ഛന്ദസ്സുള്ളത്, മൊത്തം 26 ഛന്ദസ്സുകളുണ്ട്. അത് ലൗകിക സംസ്കൃതത്തിലേക്ക് വരുമ്പോൾ, കാവ്യശാസ്ത്രത്തിലേക്കും സാഹിത്യശാസ്ത്രത്തിലേക്കൊക്കെ വരുമ്പോൾ 26 ഛന്ദസ്സുകളാണ് പ്രധാനം. ഉക്ത, അത്യുക്ത, പ്രതിഷ്ഠ, സുപ്രതിഷ്ഠ, ഗായത്രി, ഉഷ്ണിക്, അനുഷ്ടുപ്പ്, ബൃഹതി, തൃഷ്ടുപ്, ജഗതി, അതിജഗതി, ശക്വരി, അതിശക്വരി, അഷ്ടി, അത്യഷ്ടി, ധൃതി, അതിധൃതി, കൃതി, പ്രകൃതി, ആകൃതി, വികൃതി, സംകൃതി, അഭികൃതി, ഉത്കൃതി. ഇങ്ങനെ 26 ഛന്ദസ്സുകളുണ്ട്. ഒരു വരിയിൽ ഇത്ര അക്ഷരം എന്നുള്ള കണക്കാണ് ഒരു ഛന്ദസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഉക്ത എന്ന് പറയുമ്പോൾ ഒരു വരിയിൽ ഒരക്ഷരം. ഒരു ഉത്കൃതി, അവസാനത്തെ 26ാമത്തെ ഛന്ദസ് ഉത്കൃതി എന്ന് പറയുമ്പോൾ ഒരു വരിയിൽ 26ാമത്തെ അക്ഷരം. അനുഷ്ടുപ് ഛന്ദസ് എന്ന് പറയുമ്പോൾ ഒരു വരിയിൽ 8 അക്ഷരമാണ്. മാനിഷാദ പ്രതിഷ്ഠാന്തമഗമ ശാശ്വതീ സമ
പറയുമ്പോൾ അത് ഒരു വരിയിൽ മാനുഷാദ പ്രതിഷ്ഠാന്ത്വ എന്ന് പറയുമ്പോൾ ഒരു വരിയിൽ 8 അക്ഷരമാണ്. 26 അക്ഷരമുള്ള ഛന്ദസ് ശംഭു നടനം എന്നുള്ള ഒരു പ്രസിദ്ധമായ വൃത്തം. അത് ശംഭു നടനത്തിൽ ഒരു വരിയിൽ 26 അക്ഷരമാണ്. സദഞ്ചിത മുദഞ്ചിത നികുഞ്ചിത പദം ധല ധല ജലിത മഞ്ജുളരവം. അത്രയും പതഞ്ജലി നവകത്തിൽ പതഞ്ജലിയുടെ നൃത്തം. അപ്പോൾ പതഞ്ജലി നവകത്തില് ശിവതാണ്ഡവം കണ്ടിട്ട് ഉണ്ടായ പതഞ്ജലി ശിവനെ സ്തുതിച്ചുകൊണ്ടുള്ള നൃത്തം, ആ ഭാഗം അത് ശംഭു നടനം എന്നുള്ള വൃത്തം. അത് ഒരു വരിയിൽ 26 അക്ഷരമുള്ള ഛന്ദസ്സാണ്. സാഹിത്യത്തിൽ അതിലൊട്ടേറെ പ്രയോഗങ്ങൾ, എല്ലാ വൃത്തങ്ങളുടെയും പ്രയോഗങ്ങളുണ്ട്. അധികവും 8 അക്ഷരമുള്ള അനുഷ്ടുപ് ഛന്ദസ് തൊട്ടാണ്. വൈദികത്തിൽ വരുമ്പോൾ ഗായത്രി, ഉഷ്ണിക്, അനുഷ്ടുപ്പ് മുതലായവയാണ് പ്രധാനം. അത് നമ്മൾ മനസ്സിലാക്കി വെക്കണം. പിന്നെ ദേവതയാണ്. ദേവത എന്ന് പറയുമ്പോൾ അഗ്നി പ്രധാനമാണ്. ഇന്ദ്രൻ, അതുപോലെ വരുണൻ, വായു, ഈശാനൻ, അതുപോലെ സോമൻ, ഇങ്ങനെയുള്ള ദേവതകൾക്കാണ്. അതുപോലെ രുദ്രൻ പ്രധാനമാണ്, വിഷ്ണുവും പ്രധാനമാണ്. ഇതൊക്കെ വേദത്തിലെ ദേവതമാരാണ്. അപ്പോൾ ഋഷി, ഛന്ദസ്, ദേവത, ഇതും പ്രധാനമായിട്ട് മനസ്സിലാക്കണം. അപ്പം നമോസ്തു രുദ്രേഭ്യോ, അവിടെ ശ്രീരുദ്രത്തിൽ രുദ്രനെ കുറിച്ച് പറയുന്ന ഭാഗം. ഇപ്പൊ ശ്രീരുദ്രനെ സ്തുതിച്ചുകൊണ്ട് നമകം, ചമകം എന്നൊക്കെ കാണാൻ കഴിയും. അതൊക്കെ മനസ്സിലാക്കുമ്പോൾ മനസ്സിലാക്കാൻ ഇതൊക്കെ ഈ മന്ത്രങ്ങളും ഈ ഋഷി, ഛന്ദസ്, ദേവത അങ്ങനെയുള്ള സങ്കല്പങ്ങളൊക്കെ അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ്. പിന്നെ ഏകദൈവ സങ്കല്പം, അതും പ്രധാനമാണ്. പുരുഷ സൂക്തത്തിൽ പറയും സഹസ്ര ശീർഷ പുരുഷ സഹസ്രാക്ഷ സഹസ്രപാത്. ഇവിടെ ഒരു പുരുഷനെ കുറിച്ചാണ് പറയുന്നത്, പരമാത്മാവിനെ കുറിച്ചാണ്. എല്ലാം ഈ പരമാത്മാവിൻ്റെ ഒരു ഒന്നായിട്ടുള്ള ആ ശക്തിയാണ്, ഒന്നായിട്ടുള്ള ആ സങ്കല്പമാണ്. പല വിധത്തിൽ നമ്മൾ ആരാധിക്കുന്നത് ഒരു ദേവത മാത്രമാണ്. ഏകം സദ്വിപ്ര ബഹുധാ വദന്തി. ഒരേ ഒരു ശക്തിയെയാണ് പല രീതിയിലായിട്ട്, പല പ്രകാരത്തിലായിട്ട്, പല രൂപത്തിലായിട്ട് നമ്മൾ ആരാധിക്കുന്നത്. ഇന്ദ്രനായാലും രുദ്രനായാലും വരുണനായാലും വിഷ്ണു ആയാലും വായു ആയാലും ഒക്കെ ഒരു ദേവതയാണ് എന്നാണ് വേദം സമർത്ഥിക്കുന്നത്. ഏകദൈവ വിശ്വാസമാണ് വേദത്തിൽ വളരെ പ്രധാനമായിട്ട് ഉള്ളത്. പിന്നെ അക്ഷരസങ്കല്പം പ്രധാനമാണ്. അക്ഷരസങ്കല്പത്തിൽ ആ ഒരു സങ്കല്പം തന്നെ ഉണ്ടാക്കിയെടുത്തത് തന്നെ ഭഗവാൻ പരമേശ്വരനാണ്. അപ്പോൾ മഹേശ്വര സൂത്രങ്ങൾ എന്ന് എല്ലാവരും കേട്ടിട്ടുണ്ടാകണം. അപ്പോൾ മഹേശ്വര സൂത്രങ്ങൾ നൃത്താവസാനേ നടരാജരാജ നനാദടക്കാം നവപഞ്ചവാരം ഉദ്ധർത്തു കാമം സനകാതിസിദ്ധാൻ ഏതത് വിമർശേ ശിവസൂത്രജാലം. ശിവതാണ്ഡവത്തിൽ അവസാനം ഉണ്ടായിട്ടുള്ള അപ്പോൾ ആ നൃത്തത്തിന്റെ അവസാനത്തിൽ ശിവന്റെ കയ്യിലുള്ള ഡമരു 14 പ്രാവശ്യം ശബ്ദിച്ചു എന്നുള്ളതാണ്. അപ്പൊ അതാണ് ഈ മഹേശ്വര സൂത്രങ്ങൾ എന്ന് പറയുന്നത്. അയ്യൂണ് ഇർലക്ക് ഏയോങ് അയ്യോജ് ഹയവരട് ലണ് ഞഞ്ഞണനമ് ജപഞ്ഞ് ഗടദശ് ജപഗടദശ് കപചടത്ത ചടതവ് കപയ് ശഷസര് ഹല്. ഇതാണ് മഹേശ്വര സൂത്രങ്ങൾ. ഇത് മഹേശ്വരാണി സൂത്രാണി അണാദി സംജ്ഞാർത്ഥാനി യേഷാം മന്ത്യ ഇതഹ. അങ്ങനെ നമ്മൾ സിദ്ധാന്ത കൗമുദിയൊക്കെ പഠിക്കുമ്പോൾ മഹേശ്വര സൂത്രങ്ങൾ പഠിച്ചു പോകുന്നു. അപ്പോൾ മഹേശ്വര സൂത്രങ്ങളിൽ നമ്മൾ അയ്യൂണ് ഇർലക്ക് ഏയോങ് അയ്യോച്ച് അതുവരെയാണ് സ്വരങ്ങൾ. ആ തൊട്ട് ച് വരെ അയ്യോച്ച് അവസാനത്തെ അക്ഷരം ച്. അപ്പോ ആ തൊട്ട് ച് വരെ വരുന്നത് കൊണ്ട് അച്ച് എന്ന് പറയുന്നു.
അപ്പോൾ ഇന്ത്യൻ ഭാഷകളിൽ സ്വരങ്ങളെ പൊതുവായി പറയുന്ന വാക്കാണ് അച്ചുകൾ, അച്ച, അച്ചുകൾ എന്നുള്ളത്. അപ്പോൾ ഈ അർത്ഥത്തിലാണ് പറയുന്നത്. ഹയവരട് തൊട്ട് അവസാനത്തെ ഹല്, അപ്പോൾ ഹാ തൊട്ട് ല് വരെ വരുന്നത് കൊണ്ടാണ് ഹല്ലുകൾ എന്ന് വ്യഞ്ജനാക്ഷരങ്ങളെ പറയുന്നത്. അപ്പോൾ ഈ മാഹേശ്വര സൂത്രത്തിലാണ് ശരിക്കും ഈ അക്ഷരങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളത്. അത് സനകാദികളായ മഹർഷിമാര് അതിനെ അക്ഷരങ്ങളായിട്ട് രൂപാന്തരപ്പെടുത്തിയെടുത്തു എന്നാണ് പറയുന്നത്. ഏനാക്ഷര സമാമ്നായം അധിഗമ്യ മഹേശ്വര എന്നുള്ളതാണ്. ഈ അക്ഷരസമാമ്നായം അത് മഹേശ്വരനാൽ ആണ് ഉണ്ടാക്കപ്പെട്ടിട്ടുള്ളത് എന്നുള്ളതാണ്. ഇപ്പൊ തമിഴിലും തിരുക്കുറൾ നോക്കിയാൽ അറിയാൻ പറ്റും. അക്കര മുതല എഴുത്തെല്ലാം, തിരുക്കുറളിന്റെ ആദ്യത്തെ വരി തന്നെ അങ്ങനെയാണ്. അകര മുതല എഴുത്തെല്ലാം ആദിഭഗവൻ മുതൽക്കേ ഉലക്. അപ്പോൾ അകര മുതല എഴുത്തെല്ലാം, അകാരം തൊട്ടുള്ള എഴുത്തെല്ലാം ആദി ഭഗവാൻ മുതലാണ് ഈ ലോകത്തിലുണ്ടായിട്ടുള്ളത്. ആദി ഭഗവാൻ എന്ന് ഉദ്ദേശിക്കുന്നത് ശിവനെയാണ്. ആദിദേവോ മഹാദേവോ വിരൂപാക്ഷസ്ത്രിലോചന എന്നിങ്ങനെ അമരകോശം ശിവന്റെ പര്യായം പറയുന്നു. അപ്പൊ അക്ഷരങ്ങൾ, സ്വരങ്ങൾ, വ്യഞ്ജനങ്ങൾ എന്നിങ്ങനെയാണ്. അപ്പൊ വ്യഞ്ജനങ്ങൾ, സ്വരങ്ങൾ, വ്യഞ്ജനങ്ങൾ എന്ന് പറയുമ്പോൾ മലയാളത്തിലൊക്കെ പ്രയോഗിക്കുന്ന എ എന്നുള്ള ഹ്രസ്വം, ഓ എന്നുള്ള ഹ്രസ്വം, ഇവ വൈദിക സംസ്കൃതത്തിലും ലൗകിക സംസ്കൃതത്തിലും ഹിന്ദിയിലും ഒന്നുമില്ല. ഇപ്പം ദക്ഷിണേന്ത്യൻ ഭാഷകളിലാണ് എ, ഐ എന്ന് 3 തരത്തിൽ അത് വരുന്നത്. ഓ, ഔ. അത് വൈദിക സംസ്കൃതത്തിലോ ലൗകിക സംസ്കൃതത്തിലോ അതില്ല. അപ്പോൾ എ, ഓങ്, ഐ, ഔ, ച്, എ, ഓ, ഐ, ഔ എന്നിങ്ങനെയാണ് അക്ഷരങ്ങളുടെ സ്വഭാവം തന്നെ. അതുപോലെ ഈ ഴായും റായും സംസ്കൃതത്തിലില്ല. ളായുടെ ഉപയോഗം ഉണ്ട്. ളായുടെ ഉപയോഗം അഗ്നിമീളേ പുരോഹിതർ ഉച്ചാരണത്തിൽ ള വരുന്നുണ്ട്. ലളയോരഭേദ, ലായും ളായും ഒന്നു തന്നെയായിട്ട് കൽപ്പിച്ചിട്ടുണ്ട്. അപ്പം ഇതൊക്കെ ഈ രീതിയിലാണ് ബാക്കി അക്ഷരങ്ങളൊക്കെ പറയേണ്ട ആവശ്യമില്ല. ഈ രീതിയിലാണ് അക്ഷരസങ്കല്പം വരുന്നത്. സ്വരങ്ങൾ, വ്യഞ്ജനങ്ങൾ എന്നീ രൂപത്തിലാണ്. അപ്പോൾ ഈ പാഠങ്ങളൊക്കെ ശരിയായിട്ട് പഠിക്കാൻ നിങ്ങൾക്ക് സാധിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് തൽക്കാലം നിർത്തട്ടെ. നമസ്കാരം.